ഓരോരുത്തരും ഓരോന്നും ചോദിക്കാം, എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റത്തില്ല. ആവണി നായർ. ആവണി നായർ. ആവണി നായർ അല്ല, ഞാൻ അവരെ കളിയാക്കണു. കൂടാ ഏതൊക്കെ മുമ്പ് ചെയ്താൽ പ്രതി പോങ്കോടി റോഷൻ ആൻഡ്രൂസ് മഞ്ജു വരും. പിന്നെ ഉള്ളത് സീരിയൽ ചെയ്തു, ഏഷ്യാനെറ്റിൽ സീരിയൽ ചെയ്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ കൊല്ലും ഞാൻ ഒന്നെന്നെടുക്കും. എന്ന് ചോദിക്കും. അല്ലല്ല, ഈ സിനിമയിലേക്കാണ്. അല്ല, ബിജുചേട്ടൻ വിളിച്ചിട്ടാണ്. ബിജു ചെറിയ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് വേറെ ജോലിയും ഞാൻ ചെയ്തിട്ടില്ല. ആദ്യത്തെ മൂവിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ആദ്യത്തെ മൂവി ഞാൻ മൂവിയിലേക്കല്ല ആദ്യം വരുന്നത്, ഒരു ഷോർട്ട് മൂവിയിലേക്കാണ് വരുന്നത്. വന്നിട്ട് ഒരു ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തത്, ഒരു കുഞ്ഞിൻ്റെ അമ്മയായിട്ടാണ് ചെയ്തത്. ഫസ്റ്റ് അതിൽ മരിക്കുന്നുണ്ട്. ആ ഒരു ഇത് ചെയ്തിട്ട് ഒരു പിന്നെ അവിടെ നിന്ന് കോണ്ടാക്റ്റ് കിട്ടിയിട്ട് അങ്ങനെ ഇതിനു മുമ്പ് ഞാൻ മലയാളത്തിൽ ഒരു നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ അവരുടെ ഒരു അപ്കമിങ് മൂവി നെയിം ഇതുവരെ റിലീസായിട്ടില്ല. അതിലൊരു ചെറിയ ബിറ്റ്, ഒരു ജേർണലിസ്റ്റിൻ്റെ ബിറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ വാറൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെലുഗു മൂവി അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഇന്ന് ഷൂട്ട് വന്നിരിക്കുന്നത്. സോ ദിസ് വിൽ ബി മൈ തേർഡ് പ്രോജക്റ്റ് സോ ഫാർ. സോ ഐ എം റിയലി എക്സൈറ്റഡ്. എൻ്റെ പേര് അക്ഷയ. എൻ്റെ വീട് വരുന്നത് കോഴിക്കോടാണ്. ഞാൻ ഇതിൻ്റെ ഒരു നമ്മുടെ ലൈഫ് ഓഫ് ജോയുടെ ഒരു പാർട്ടായിട്ട് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ക്യാരക്ടർ എന്താണെന്നുള്ളത് ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. അപ്പം ഹോപ്പ്ഫുള്ളി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മളെ പൂജ ഇന്ന് തന്നെ നല്ല രീതിയിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഇതുപോലെ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള ജേണിയും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാവട്ടെ ഇന്നത്തെ ഈ ഒരു തുടക്കം. അതുപോലെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും ഞങ്ങൾക്ക് വേണം. നല്ല രീതിയിൽ ഇതൊന്ന് മുന്നോട്ടേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക്, പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ലൈഫ് ഓഫ് ജോ എന്ന സിനിമ, അതായത് ശ്യാം ഡെനിൽ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന, ജോബി ജോസഫ് സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈഫ് ഓഫ് ജോ എന്ന സിനിമയിൽ ഞാനൊരു ഭാഗമാണ്. മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് വേയാണ് ആൻഡ് സിനിമ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ഹായ്, ഞാൻ സനിയ. ഞാനും ഈ ഒരു ലൈഫ് ഓഫ് ജോ എന്ന ഫിലിമിൽ ഒരു അവതാരികയാണ്. ഇതിന് മുൻപ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഓൺ ദ വേയിലാണ്. സോ ഇതിൽ ഞാനൊരു ക്യാരക്ടറായിട്ട് അവർ റിവീൽ ചെയ്തിട്ടില്ല എന്താണ് എൻ്റെ ക്യാരക്ടർ എന്ന്. ഒരു ബെസ്റ്റ് ക്യാരക്ടറായിട്ടെന്നുള്ള എനിക്കും ആശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫിലിം നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകാനും എല്ലാ ഒരു ഇതുണ്ടാവാനും ഞാൻ ആശ്വസിക്കുന്നു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ക്യാമറകൾ നാളെ വേറൊന്ന് പറഞ്ഞു. എനിക്ക് പേടിയാണ്. നിങ്ങൾ നാവടക്കും പണിയെടുക്കും എന്നാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും പറഞ്ഞത്. സ്ക്രിപ്റ്റ് അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഈ സിനിമയ്ക്ക് പിന്നെ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ നിർമ്മാതാവിനോടും സംവിധായകനോടും തിരക്കഥാകൃത്തുക്കളോടും എൻ്റെ കൊച്ചാടിനോടും പ്രൊഡക്ഷനോടും നന്ദി പറയുന്നു. ഈ സിനിമ നിങ്ങൾ ലൈഫ് ഓഫ് ജോയ് എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് കാലം കൊണ്ട് അർത്ഥവത്തായ ഒരു പേരാണ്. അല്ലെങ്കിൽ ഈ കെട്ടകാലത്ത് നിങ്ങൾ ജീവിതത്തെ ആസ്വദിക്കൂ, സന്തോഷിക്കൂ എന്ന് പറയുന്ന ആ സിനിമ നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ പോലും നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ തിരശ്ശേരി കാണുമ്പോൾ നിങ്ങൾ സന്തോഷപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോട് പറഞ്ഞു. ലൈഫ് ഓഫ് ജോ എൻ്റെ ഒരു മൂന്നാമത്തെ സിനിമയുടെ പേര് ശ്യാമിനെ. ആദ്യത്തെ സിനിമ കണ്ടെണ്ണം പെട്ടിലാമറ്റ ബാച്ച് യൂസിൻ്റെ 2 സിനിമ ചെയ്തത്. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളിലൂടെ ആണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. മലയാള സിനിമയിലെ പ്രമുഖരായ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയുണ്ട്. കൂടാതെ ഒട്ടനവധി കുടുംബങ്ങളുമാണ് ഇതിൻ്റെ ഒരു സിനിമയാണ് ലൈഫ് ഓഫ് ജോ.